പുതുവത്സര സമ്മാനങ്ങളുമായി വരുന്നു മാരി ഗോൾഡൻ ഡയമണ്ട്സ്. ഉദ്ഘാടനം ജനുവരി 1-ാം തീയതി കാലത്ത് 10 മണിക്ക് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നോട്ടീസ് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ. മാരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കോട്ടുംപാടം. 62-ാം വയസ്സിൽ 62 കിലോമീറ്റർ ഓടി അമരമ്പലം പഞ്ചായത്തിലെ മാമ്പോയിൽ തരിശ് സ്വദേശി PC സുനിൽകുമാർ. വ്യായാമത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സുനിൽകുമാറിന്റെ ജന്മദിനത്തിലെ ഈ ഓട്ടം. പുലർച്ചെ 1 മണിയോടെ അമരമ്പലം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഓട്ടം 62 കിലോമീറ്റർ പൂർത്തീകരിച്ച് രാവിലെ 7:30-നാണ് അമരമ്പലം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചത്. റിട്ടയർഡ് എക്സൈസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ ഓട്ടക്കാരൻ. കേക്ക് മുറിച്ചും മധുരം നൽകിയുമാണ് സാധാരണ ജന്മദിനം ആഘോഷിക്കാറെങ്കിൽ സുനിൽകുമാർ ഓടിയാണ് ജന്മദിനം ആഘോഷിക്കുന്നത്. ജനുവരി 3 ഇദ്ദേഹത്തിന്റെ 62ാമത് ജന്മദിനമാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നതാണ് ഈ മനുഷ്യന്റെ ആഗ്രഹം. അത് ലോകത്തോട് വിളിച്ചു പറയുന്നതാവട്ടെ സ്വന്തം പ്രവൃത്തിയിലൂടെയും. വയസ്സ് പൂർത്തീകരിച്ച ഈ വേളയിൽ 62 കിലോമീറ്റർ ഓടി വ്യായാമത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിച്ചതിനു പുറമെ വയസ്സൊരു സംഖ്യ മാത്രമാണെന്ന് സമൂഹത്തിനോടുള്ള തുറന്നു പറച്ചിൽ കൂടിയാണ് ഓട്ടത്തിലൂടെ സുനിൽ കാണിച്ചു നൽകിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഫ്ളാഗ് ഓഫ് ചെയ്താണ് സുനിലിന്റെ ജന്മദിന ഓട്ടം ആരംഭിച്ചത്. പൂക്കോട്ടുംപാടത്ത് തുടങ്ങി വണ്ടൂർ, നിലമ്പൂർ, എടക്കര, മുണ്ട, കരുളായി ഓടിയെത്തി പൂക്കോട്ടുംപാടത്ത് രാവിലെ 7:30-നാണ് ഓട്ടം അവസാനിപ്പിച്ചത്. ചെറുപ്രായത്തിൽ സ്കൂൾ തല കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച ഇദ്ദേഹം ഓട്ട മത്സരത്തിലൂടെ സർക്കാർ സർവീസിലേക്ക് ആദ്യം ഓടിക്കയറി. എക്സൈസ് വകുപ്പിൽ ജോലി നേടിയ ഇദ്ദേഹം തന്റെ സർവീസ് കാലയളവിൽ നാടിനെയും നാട്ടുകാരെയും യുവത്വത്തെയും ലഹരിക്കെതിരെ തിരിഞ്ഞോടാൻ ഇദ്ദേഹം പഠിപ്പിച്ചു. വിശ്രമ ജീവിതത്തിൽ വ്യായാമത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ സൺറൈസ് റണ്ണേഴ്സ് എന്ന പേരിൽ ഓട്ടക്കാരുടെ ക്ലബ്ബും ആരംഭിച്ചു. പ്രായഭേദമന്യേ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടെ നിരവധി ആളുകളെയും സുനിൽ ഓടിക്കുന്നുണ്ട്. ഇവയ്ക്കു പുറമെ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നടക്കുന്ന മാരത്തോണുകളിലടക്കം പങ്കെടുത്ത് വിജയം കൈവരിക്കുകയും നിരവധി അവാർഡുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. സമാപന ചടങ്ങിൽ ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ, പഞ്ചായത്ത് മെമ്പർമാരായ P. നിഷാദ്, VP അഫീഫ, വില്ലേജ് ഓഫീസർ NV ഷിബു, സൺറൈസ് റണ്ണേഴ്സ് ക്ലബ് വൈസ് പ്രസിഡന്റും എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറുമായ പ്രദീപ് കുമാർ, ക്ലബ് സെക്രട്ടറി മുരളീധരൻ, ട്രഷറർ സത്യകുമാരൻ, മറ്റ് സൺറൈസ് റണ്ണേഴ്സ് ക്ലബ് മെമ്പർമാർ എന്നിവർ പൂക്കോട്ടുംപാടത്തെത്തിയിരുന്നു. ക്ലബ് മെമ്പറും വണ്ടൂർ ഹോം ചോയ്സ് ഉടമയുമായ ഷിഹാബുദ്ദീൻ പ്രത്യേക ഉപഹാരം കൈമാറി. ഭാര്യ ഉഷയും മക്കളായ ശ്രുതി, ജിതിൻ, സ്വാതി എന്നിവരും അച്ഛന്റെ ഈ ഓട്ടത്തിന് പിന്തുണയുമായി ഒപ്പമുണ്ട്. സുനിൽ സാർ ഇന്ന് 62ാം പിറന്നാളിന് 62 കിലോമീറ്റർ ഓടി ഇവിടെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുകയാണ്. ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, സുനിൽ സാറ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 60ാം വയസ്സിൽ 60 കിലോമീറ്ററും 61ാം വയസ്സിൽ 61 കിലോമീറ്ററും 62ാം വയസ്സിൽ ഇപ്പോൾ 62 കിലോമീറ്ററും ഓടി അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, എനിക്ക് ഇവിടെ പറയാനുള്ളത്, സുനിൽ സാറിന് 100ാം വയസ്സിൽ 100 കിലോമീറ്ററും ഓടും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു സന്ദേശമാണ് സുനിൽ സാറ് നമ്മുടെ ഈ സമൂഹത്തിന് നൽകുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പണ്ട് കാലങ്ങളെ പോലെയല്ല. ഇന്ന് മനുഷ്യർക്കെല്ലാവർക്കും വ്യായാമമില്ലാത്ത, ഒരു എക്സസൈസ് ഇല്ലാത്ത ഒരു കാലമാണ്. എല്ലാ വീടുകളിലും 1ഉം 2ഉം വണ്ടിയും, ഒരു 1/2 കിലോമീറ്റർ കൊണ്ട് നടക്കാത്ത ആളുകളാണെന്ന് വരുന്ന കുട്ടികളടക്കം. അപ്പം ഇന്ന് ഒരു മനുഷ്യന് 1 കിലോമീറ്ററെങ്കിലും, രാവിലെ 1 മണിക്കൂറെങ്കിലും ഒന്ന് ഓടുക എന്നുള്ളത് അവരുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഈ സമൂഹത്തിനൊക്കെ അത് വലിയ ആവശ്യമായി വന്നിരിക്കുകയാണ്. വലിയൊരു സന്ദേശമാണ് ഇപ്പോൾ ഈ 62 കിലോമീറ്ററിലൂടെ നമ്മൾ ഈ സമൂഹത്തിന് നൽകുന്നത്. നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താനും, പ്രത്യേകിച്ച് ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഓട്ടത്തിൽ ഞാൻ സുനിൽ സാറിനെ പല സ്ഥലങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഓടി വന്നാൽ എന്നോട് അവിടുത്തെ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. നമുക്കറിയാം, ചില സ്ഥലങ്ങളിലൊക്കെ ഓടുമ്പോൾ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം കുന്നുകൂടുന്നതും അത് അവിടെ നിന്ന് അത് പൊറുക്കി ഒരു ചാക്കിൽ എവിടെയും ഇട്ടിട്ട്
ഹരിതകർമ്മസേനയെ പല തവണ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ 2-3 സന്ദേശങ്ങളാണ് ഇതിലൂടെ നൽകുന്നത്. എന്താണെങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇത്തരം ഈ ഒരു സന്ദേശം ഇതിലൂടെ ജനങ്ങൾ കൂടുതൽ ഓടി നമ്മുടെ ആളുകൾക്കെല്ലാവർക്കും ആരോഗ്യം നിലനിർത്താൻ, ഒരു സൗന്ദര്യമുള്ള, ഒരു ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ സുനിൽ സാറിൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് കുറച്ച് കാലങ്ങളായി. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.